ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാമേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ അലീനയും രോഹിത്തും ബബിതയും കൃഷ്ണമോളും കൂടി മാമച്ചന്റെയും ഗ്രേസിയുടെ അടുത്തേക്ക് എത്തി. അലീനയ്ക്കല്ല, രേവതിക്ക് കുറച്ച് കൊതിക്കറിവൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ അലീന മാറ്റി. രോഹിത്ത് മാറി നിൽക്കുന്നത് കണ്ടപ്പോ മാമച്ചൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അതെ, നമ്മൾ രണ്ടുപേരെ ഉള്ളു പുരുഷന്മാരായിട്ട്. അവര് നിൽക്കുന്ന കണ്ടോ എത്ര സ്ത്രീകളാണെന്ന്. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ മാറി നിന്നാലേ അവൾമാര് നമ്മുടെ തല വെട്ടും. അതുകൊണ്ട് എന്തിനും ഏതിനും നമുക്ക് ഒരുമിച്ച് വേണം നിൽക്കാനായിട്ട് എന്ന് പറഞ്ഞ നമ്മുടെ രോഹിത്തിന്റെ കയ്യിൽ അങ്ങ് പിടിച്ചപ്പോഴത്തേക്കും രേവതിക്കുട്ടി അലീനൊക്കെ ചോദിച്ചു, ഇതെന്താ രഹസ്യം പറയുന്നേ? നിങ്ങൾ തമ്മിലൊരു രഹസ്യം? ഞങ്ങൾക്ക് തമ്മിൽ കുറച്ച് രഹസ്യമൊക്കെ പറയാനുണ്ട്. പെണ്ണുങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടേ ഞങ്ങളുടെ തല തിന്നാനൊന്നും നോക്കണ്ട. ഞങ്ങളെ കുറച്ച് രഹസ്യങ്ങളൊക്കെ പറയും. അത് പരസ്യമാക്കാനേ ഞങ്ങൾ വിചാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അലീന, വന്ന ഉടനെ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നോ? അപ്പോഴത്തേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. രോഹിത്തേട്ടനെ കൂട്ട് പിടിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ മാത്രമല്ല, ഇവിടെ ഉണ്ടാക്കുന്ന സാധനമൊക്കെ തിന്നു തീർക്കാനും മധുരം കഴിക്കാനും ചിക്കൻ കഴിക്കാനും ബീഫ് കഴിക്കാനും അതുപോലെ വറുത്തതും പൊരിച്ചതും ഒക്കെ തിന്നാനാ ഉദ്ദേശമെങ്കിലുണ്ടെങ്കിലേ അത് ഈ രേവതി നൊട്ടത്തി തരത്തില്ല. അങ്ങനെ വല്ല ഉദ്ദേശം രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ അങ്ങനെ കട്ട് തിന്നാനോ കട്ട് രോഹിത്തേട്ടനെ കൊണ്ട് എടുപ്പിക്കാനോ ഒക്കെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാമച്ചൻ പറഞ്ഞു, രേവതിക്കുട്ടി, ഇന്നെങ്കിലും നീ എന്റെ ഈ ഒരു ഇതൊന്ന് നിർത്ത്. നീ കുറേ ദിവസമായാലും, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴെങ്കിലും നീ എനിക്ക് കുറച്ച് സമാധാനം എന്താ, ഞാൻ എന്തെങ്കിലും വായിക്ക് രുചിയായിട്ടൊന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അങ്ങനെ വായിക്ക് രുചിയായിട്ട് കഴിച്ചാലേ പെട്ടെന്ന് അങ്ങ് പോകേണ്ട വരും. അതുകൊണ്ട് വായിക്ക് രുചിയായിട്ടൊന്നും കഴിക്കണ്ട. എന്താണെന്ന് വെച്ചാൽ ഞാൻ തരും. ഇവര് വന്നു എന്നും പറഞ്ഞുകൊണ്ട് പ്രത്യേകം ഇവിടെ വേറൊന്നും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. രണ്ടുപേരോടും കൂടി പറഞ്ഞത് എന്ന് പറഞ്ഞ് നമ്മുടെ ഗ്രേസിയോട് പറഞ്ഞപ്പോഴത്തേക്ക് ഗ്രേസി, ആയിക്കോട്ടെ എന്റെ പൊന്നലീനെ, ഞങ്ങൾ മടുത്തു. ഇവളുണ്ടല്ലോ, ഒരു തുള്ളി വെള്ളം നേരെ ചൊവ്വേ ഞങ്ങളെ കൊണ്ട് കുടിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അറിയാലോ, ഈ വീട്ടിൽ എന്തൊക്കെ മേടിച്ചാലും അതിനൊരു കണക്കും കാര്യങ്ങളും ഉണ്ട്. അതല്ലാതെ അവള് ഒരെണ്ണം കൂടുതൽ ഞങ്ങൾക്ക് തരത്തില്ല. സത്യം പറയാലോ, ഇവളെ കൊണ്ട് മടുത്തിരിക്കാന്ന് പറഞ്ഞപ്പോ, പറ കുറ്റം പറ. എനിക്കറിയാം, കുറ്റം പറയാൻ തന്നെ കാണുന്നു, കുറെ കുറ്റം പറയാൻ കാണും. എന്ത് കുറ്റം പറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അറിയാമോ രേവതി ചേച്ചി, ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോഴേ ഡോക്ടർ എന്നോടാ ചോദിക്കുന്നത്, വറുത്തതും പൊരിച്ചതും ഒക്കെ കൂട്ടി ഇവിടെ ഇരുന്ന് കൊളസ്ട്രോളും പിടിപ്പിച്ച് ഈ നമ്മൾ ഈ വീട്ടിൽ വളർത്തുന്ന പന്നികളില്ല, അങ്ങനെ അതുപോലെ നെയ് മുറ്റിപ്പോവും. അതുപോലെ ഇരുന്ന സാധനത്തിനെയൊക്കെ ഞാൻ ഇതുപോലെ ആക്കി എടുത്ത് എത്ര പാടുപെട്ടെന്നേ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ രേവതിയോട് പറഞ്ഞടി, നീ കുറച്ച് അടങ്ങടി, കുറച്ച് നീ ഒന്നായി. അവർക്കും ഇല്ലേ ആഗ്രഹങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അത്യാവശ്യം നടക്കുന്നുണ്ട്, അതൊക്കെ മതി. അല്ല, നിങ്ങൾക്ക് ഇന്ന് എന്താ വേണ്ടത്? എന്താ സ്പെഷ്യൽ ഉണ്ടാക്കേണ്ടത്? അല്ല ഗ്രേസി ആന്റി, നമുക്ക് ഇന്ന് എന്താ ഇവർക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കേണ്ടത്? ഒന്ന് ഗ്രേസി പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ വണ്ടേ എപ്പോഴേ ഞങ്ങള് തീരുമാനിച്ചു കഴിഞ്ഞു, എന്തൊക്കെ മേടിക്കണ്ടെന്ന്. നീ അല്ലായിരുന്നോ അലീന ചേച്ചി എന്നെ വിളിച്ചില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കൊതുകുത്തി ഇവിടെ ഇരുന്നത്? പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങള് അതിനു മുമ്പ് തന്നെ ഇവിടെ എല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, ആണോ, എന്നാ പിന്നെ ഞാൻ ഇന്ന് കിച്ചണിൽ കയറാം. രേവതിക്കുട്ടി ഇന്ന് നിനക്ക് അവധി തന്നിരിക്കുന്നു, ഞാൻ ഇന്ന് കിച്ചണിൽ കയറി എല്ലാം ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ, പിന്നെ അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല. കിച്ചണില് ഈ രേവതി നിൽക്കണം എപ്പോഴും, അല്ലെങ്കിൽ ശരിയാവത്തില്ല. അലീന ചേച്ചി ഇവിടുത്തെ ഗസ്റ്റ് അല്ലേ. അലീന ചേച്ചിയും അതുപോലെ രോഹിത് ഏട്ടനും ബബിതയും കൃഷ്ണമോളും ഒക്കെ ചെന്ന് ഫ്രഷ് ആകെ. അപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ ഒരു ജ്യൂസ് ഒക്കെ എടുത്തോണ്ട് വരാം. അത് കഴിഞ്ഞ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അല്ലാതെ വന്ന ഉടനെ അടുക്കളയിൽ കയറുമൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാമച്ചൻ പറഞ്ഞു, അത് രേവതിക്കുട്ടി പറഞ്ഞ ശരിയാണ്, വന്ന ഉടനെ അടുക്കളയിൽ കയറ്റൊന്നും വേണ്ട. കാരണം നിങ്ങൾ ഇവിടെ വന്നത് എന്തിനാ? ആഘോഷിക്കാനല്ലേ, എല്ലാവരുമായിട്ട് സന്തോഷിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കാനല്ലേ. പിന്നെ ദേ രേവതിക്കുട്ടി കുറെ സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്, എങ്ങോട്ടോ പോകാനോ എടുക്കാനോ ഒക്കെ ആയിട്ട്. അപ്പോഴത്തേക്കുമാണ് എന്താണെങ്കിലും സെക്കൻഡ് ഷോ ഉറപ്പാട്ടോ, ഇന്നത്തെ സെക്കൻഡ് ഷോ കാണാനായിട്ട് പോകണമെന്ന് രേവതി അവിടെ നിന്ന് ഉറക്കം വിളിച്ച് പറയുകയാണ്. ഏതായാലും ഇതൊക്കെ കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ, എന്താ പറയാ, രേവതിക്കുട്ടിയുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട്, അധികാരവും ഒക്കെ കണ്ടിട്ട് രോഹിത്തിന് അത്രയ്ക്ക് പിടിക്കുന്നില്ലേ. കാരണം രോഹിത്തിന് ഈ രേവതിക്കുട്ടീനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. രേവതിക്കുട്ടി വേണ്ടടത്തും വേണ്ടാത്തടത്തൊക്കെ കയറി സംസാരിക്കുന്നുണ്ടേ. അപ്പം ഇച്ചിരി ഓവറാണല്ലോ രേവതി കുട്ടി എന്നുള്ള രീതിയിലാണ് നമ്മുടെ രോഹിത്തിന് പൊതുവെ തോന്നുന്നത്. രോഹിത് കാരണം ഇച്ചിരി ഓവർ തന്നെയാണ് നമ്മുടെ രേവതി, സംസാരത്തിലും കുറച്ച് ഓവറൊക്കെ ആണല്ലോ. അപ്പം നമ്മുടെ രോഹിത്തിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഏതായാലും നിങ്ങൾക്കുള്ള റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾക്കും ബബിതയ്ക്ക് ഒരു റൂം കൊടുക്കുന്നു, രോഹിത്തിന് ഒരു റൂം കൊടുത്തു. പിന്നെ ഞാൻ ഇന്ന് രേവതിക്കുട്ടിയുടെ കൂടെ കിടന്നോളാന്ന് അലീന പറഞ്ഞു. കാരണം അവര് പണ്ട് പോലെ കിടന്നോണ്ടൊക്കെ ഇരുന്നല്ലേ, അപ്പൊ അവർക്ക് എന്നോട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടാകും. ഞങ്ങൾ രേവതിക്കുട്ടിയുടെ കൂടെ കിടന്നോളാം എന്നിങ്ങനെ പറഞ്ഞിട്ടോ. അതിന് മുമ്പ് തന്നെ രേവതിക്കുട്ടി അലീനയോട് പറഞ്ഞു, ഇന്ന് എന്റെ കൂടെ കിടക്കണം കേട്ടോ, ഇന്ന് ഇതേ അനിയത്തിമാരുടെ കൂടെ കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഇന്ന് എന്റെ കൂടെ തന്നെ കിടക്കണം എന്നൊക്കെ
നമ്മുടെ രേവതിക്കുട്ടി പറഞ്ഞ് നേരത്തെ തന്നെ കാര്യമൊക്കെ ഏർപ്പാടാക്കി. അങ്ങനെ എന്ത് ചെയ്തു, ഇവരുടെ റൂമിലേക്കൊക്കെ പോയി. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലചന്ദ്രനാണ്. അപ്പം ബാലചന്ദ്രൻ തമിഴ്നാട്ടിലേക്ക് കടന്നു, തമിഴ്നാട് ഏരിയ എത്തി. അപ്പം ഇങ്ങനെ വണ്ടി പോകുന്നു ഇങ്ങനെ കാണിക്കുകയാണ്. അങ്ങനെ വണ്ടി ഇങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ തന്നെയാണ് ഓടിക്കുന്നത്. അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു, അത് പിന്നെ ബാലേട്ട കുറെ നേരമായില്ലേ, മടുത്തില്ലേ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആര് പറഞ്ഞു മടുത്തെന്ന്? ഈ ബാലചന്ദ്രനെ ഇനി മടുക്കാൻ പോകുന്നില്ല. മടുപ്പെന്നൊരു കാര്യം ഈ ബാലചന്ദ്രൻ ഇനി ഉണ്ടാവത്തില്ല. ബാലചന്ദ്രൻ ഈ ഓരോ ദിവസവും ചിൽ ചിൽ എന്നും പറഞ്ഞിട്ട് നിൽക്കാനാ പോകുന്നത്. ഇനി ബാലചന്ദ്രൻ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോ എന്ത് പറ്റി എന്റെ പൊന്നു ബാലേട്ട? ബാലേട്ടൻ എന്ത് പിച്ചും പേയൊക്കെ ഈ വിളിച്ചു പറയുന്നത്? സത്യം പറയാലോ, ബാലേട്ടൻ പറയുന്നത് പോലെ ബാലേട്ടൻ പറയുന്നതിനൊക്കെ തല കുലുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ എനിക്ക് ഇതിൽ നിന്ന് ഒന്നും പിടികിട്ടുന്നില്ല. എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നു. എന്തോ മനസ്സിൽ വാശിയും വൈരാഗ്യം ഉള്ളതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. മാത്രമല്ല ഈ വൈജാ മേഡത്തിനോട് തന്നെയാണോ, ചേച്ചിയോ വൈജേച്ചിയോട് തന്നെയാണോ ഈ വാശിയും വീറും ഒക്കെ കാണിക്കുന്നത്? എന്തിനാ ബാലേട്ടാ അതെന്തിന്റെ ആവശ്യമാണ്? 3 മക്കളുണ്ട്. ആ 3 മക്കളും നിങ്ങളും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ജീവിച്ച് പോവല്ലേ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ നിർത്തടാ, മിണ്ടിപ്പോകരുത്. ഇനി വൈജയുടെ കാര്യം നീ പറഞ്ഞു പോകരുത്. വൈജയുടെ കാര്യം പറയാനുള്ള ഒരു വോയിസും ഇവിടെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല. അത് എനിക്ക് മാത്രം ഉള്ളതാണ്. അതുകൊണ്ട് വൈജനെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നും അതുപോലെ കൈതക്കൽ തറവാട്ടിലെ ആൺതരികളെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയും കൂടെയാണിത്. ഇനിയുമേ ഒരുപാട് കണ്ടുപിടിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാനുണ്ട്. ഈ കുടുംബജീവിതത്തിനിടയിൽ ഒരു പരസ്പര വിശ്വാസമുണ്ട്. ആ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഉണ്ടാകാൻ പോകുന്നത് എന്ന് എന്നോട് പറഞ്ഞല്ലോ. അതാണ് ഇനി ബാലചന്ദ്രന്റെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ. അത് എണ്ണി ഓരോന്നായിട്ട് എനിക്കിപ്പോ പറയാൻ പറ്റത്തില്ല. അത് ഓരോ ദിവസവും ഇങ്ങനെ കണ്ടല്ലെങ്കിൽ അനുഭവിച്ച് ഓരോരുത്തരും മനസ്സിലാക്കണം. എന്നാലേ ഈ ബാലചന്ദ്രൻ വിഡ്ഢിയായില്ലേ. ഈ 23 കൊല്ലം 22 കൊല്ലം ബാലചന്ദ്രൻ വെറും വിഡ്ഢിയായില്ലേ, കഴുതയായില്ലേ? അല്ലെങ്കിൽ പിന്നെ കഴുതയാക്കിയില്ലേ? കൈതക്കൽ തറവാട്ടിലെ ഓരോ ആൺമക്കളും കൈതക്കൽ തറവാട്ടിൽ മരിച്ചു തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന കാർന്നവരും അതുപോലെ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ വിഡ്ഢിയാക്കിയില്ലേ, എന്നെ വിഡ്ഢിവേഷം കെട്ടിച്ചില്ലേ? എണ്ണി ചോദിക്കാതെ ഇനി ഈ ബാലചന്ദ്രന് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ നിനക്ക് ഇപ്പം മനസ്സിലാവത്തില്ല. പക്ഷേ ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ച് കീ കൊടുക്കുന്ന ഒരു പാവയെ പോലെ നീ നിൽക്കണം എന്റെ കൂടെ. നീ നിക്കില്ലേ ഗോവർദ്ധന എന്ന് പറയുമ്പം ബാലേട്ടൻ പറയുന്നത് എന്താ ഞാൻ കേൾക്കാതിരുന്നിട്ടുള്ളത്? ഇന്നേക്ക് ഇതുവരെ ബാലേട്ടൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അനുസരിച്ചല്ലേ ഞാൻ നിന്നിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ബാലേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അനുസരിച്ചായിരിക്കും ഞാൻ നിൽക്കാൻ പോകുന്നത്. പിന്നെ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും സജഷൻസ് ഒക്കെ വെക്കണുണ്ടെങ്കിൽ അത് ബാലേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ ബാലേട്ടന്റെ കുടുംബത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് എന്റെ ഭാര്യയുടെ ആങ്ങളെയല്ലേ ബാലേട്ടൻ. അപ്പം എനിക്ക് ചോദിക്കാനും പറയാനും കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ ഉള്ളൊരു ഇത് കാണില്ലേ? അതിന്റെ അന്ന് ബാലേട്ടൻ കരുതിയിട്ട് അങ്ങ് ക്ഷമിച്ചേരെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ക്ഷമിക്കും. ബാലൻ ആരോടും ക്ഷമിക്കും. പക്ഷെ ഈ ബാലനെ ചതിച്ചവരോട്, അതും 23 കൊല്ലം ചതിച്ചവരോട് ഈ ബാലൻ ക്ഷമിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് വീണ്ടും തുടങ്ങുകയാണ് കേട്ടോ ഈ 23 കൊല്ലത്തെ കഥ. ഏതായാലും ബാലചന്ദ്രൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഗോവർദ്ധനെ ഇരുത്തി അങ്ങോട്ട് വധിച്ചങ്ങോട്ട് കീറുകയാണ്. അങ്ങനെ നമ്മുടെ ഗംഗാധരനെ കാണാൻ പോകുന്ന പോക്കിൽ എന്തൊക്കെയോ പറഞ്ഞ് നമ്മുടെ ഗോവർദ്ധനെ വട്ടാക്കുന്നുണ്ട്. പക്ഷെ കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നുമില്ല. ഗോവർദ്ധൻ അങ്ങനെ കിള്ളി ചോദിക്കാൻ പറ്റത്തുമില്ല. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ വൈജയനെയാണ് കേട്ടോ. വൈജ സത്യം പറഞ്ഞാൽ മടുത്തു. നമ്മുടെ കമലയുടെ കാര്യം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊറിഞ്ഞു കയറും. ഈ പറയുന്ന വൈജയനേക്കാൾ കൂടുതൽ ചൊറിഞ്ഞു കയറും നമ്മുടെ കമലയുടെ കാര്യം കേട്ട. പിന്നെ അതൊക്കെ സ്വാഭാവികമാണ്. ഓരോ വീട്ടിലും കുടുംബത്തിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. നാത്തൂൻ വന്ന് നിൽക്കുമ്പോൾ നാത്തൂനോട് പോരുണ്ടാക്കാൻ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ചേട്ടന്റെ ഭാര്യ വന്ന് നിൽക്കുമ്പോൾ, അനിയന്റെ ഭാര്യ വന്ന് നിൽക്കുമ്പോൾ കുറെ നാളൊക്കെ സഹിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടായിക വരും. അതൊക്കെ സ്വാഭാവികം തന്നെയാണ്. എങ്കിലും ഇത് കുറച്ച് കൂടുതലാണ് കേട്ടോ. നമ്മുടെ വൈജ ആണെങ്കിൽ ഈ പ്രാവശ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയാ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയി. അപ്പൊ ഇനി ഇതിങ്ങനെ തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വൈജ ആ ഒരു ടെൻഷനിലാണ്. അപ്പം വൈജ എന്ത് ചെയ്തു, ഫോൺ എടുത്തിട്ട് മറ്റേ ബ്രോക്കർ ഇല്ലേ, നമ്മുടെ ഒരു ബ്രോക്കർ ഉണ്ടായിരുന്നല്ലോ വൈജയുടെ. അപ്പം ബ്രോക്കറിനോട് ചോദിക്കുകയാണ്, എടാ വീടിന്റെ കാര്യം എന്തായി, സെറ്റ് ആയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അല്ല മേഡം അല്ലേ ഇപ്പം വീടൊന്നും വേണ്ടാന്ന് പറഞ്ഞത് എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും വൈജയെ ഓർക്കുന്നുണ്ട്. ശരിയാണല്ലോ, വീടിപ്പം അത് നമ്മുടെ വൈജയ്ക്ക് ആവശ്യമില്ലല്ലോ. കാരണം അലീന അവിടെ നിന്ന് ഇറങ്ങി പോകുമെന്നൊരു ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പം ബ്രോക്കറിനോട് പറയുന്നുണ്ട്, ആ ഒരു ടൈം കഴിയുന്ന ആ ഒരു സമയത്ത്, അതായത് ഒരു ഡേറ്റ് പറഞ്ഞിട്ട്
ഈ ഒരു ആഴ്ചയും കൂടെ നോക്കാം, അത് കഴിയുമ്പോഴത്തേക്കും വീട് ഏതായാലും ഒന്ന് നോക്കിയേരെ, സെറ്റ് ആക്കിയേരെ. പറ്റണില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും വീടൊന്ന് സെറ്റ് ആക്കിയേരെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അതിപ്പോ മേഡം പറയേണ്ട ആവശ്യമുണ്ട്, അന്നൊരു നല്ല വീടല്ലായിരുന്നു എന്റെ പൊന്നു മേഡം കിട്ടിയത്, അവിടെയാണെങ്കിൽ ഫർണിച്ചറും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് മേഡത്തിന് അത് മിസ് ചെയ്ത് കളയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അത് സാരമില്ല, ഏതായാലും ഒരു വീടും കൂടെ നോക്കിക്കോ എന്നൊക്കെ ബ്രോക്കറിനോട് വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. അലീന പോവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലല്ലോ. മാത്രമല്ല നമ്മുടെ അലീന പോകാതെ ആ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തുമില്ല. കാരണം ഇവിടത്തെ ഈ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടാൽ സ്വൈര്യമായിട്ട് നമ്മുടെ വൈജയ്ക്ക് നിൽക്കാനും പറ്റത്തില്ല. ഏതായാലും ഒരു പരിധിയിൽ കൂടുതൽ ഈ പറയുന്ന നമ്മുടെ കമലയ്ക്ക് അവിടെ ഭക്ഷണം ഉണ്ടാക്കാതിരിക്കാനും പറ്റത്തില്ല, ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ശിവ വരുന്നുണ്ട്, ശിവശങ്കരമേനോൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും വൈജ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഏട്ടന്? ഞാന് എന്റെ വഴിക്ക് പോകത്തില്ലായിരുന്നോ? എന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ആക്കി ഇപ്പം തിരിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരവസ്ഥ. അത് മാത്രമല്ല, ഈ വീടിന്റെ അവകാശം ഫുൾ അങ്ങോട്ട് ഏട്ടൻ എഴുതി തന്നു എന്നൊന്നും വിചാരിക്കരുത് എന്നുള്ള രീതിയിൽ ഈ കുത്തുവാക്കുകൾ സംസാരിക്കുന്നുണ്ട് നമ്മുടെ വൈജ. മാത്രമല്ല ഈ പറയുന്ന കമലയോട് ശിവശങ്കരമേനോൻ പറയുന്നുണ്ട്, നിനക്ക് എന്തിന്റെ സൂക്കേടാണ്? അവൾ 1, 2, 3 ദിവസം ഇവിടെ നിന്നിട്ട് അവളെ വഴിക്ക് പൊക്കോളും. നീ എന്തിനാണ്, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടോ? എന്തിനാണ് വെറുതെ ഒരാൾക്കൊരു ആഹാരം കൊടുക്കുന്നതിനാണോ നീ ഈ കിടന്നൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം കമലയ്ക്ക് കമലയുടേതായ കുറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമല പറയുകയാണ്. എനിക്ക് അങ്ങനെ വേറെ ആൾക്കാരെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിവിടെ കെട്ടിക്കേറി വലിഞ്ഞു കയറി വന്നൊന്നുമല്ല, ഞാൻ എന്നിവിടെ അന്തസ്സായിട്ട് കെട്ടിക്കൊണ്ട് വന്നതാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെങ്ങളും അതുപോലെ മക്കളും ഒക്കെ ഇവിടെ താമസിച്ചാൽ മതി, അമ്മയൊക്കെ ഇവിടെ താമസിച്ചാൽ മതി, ഞാൻ എന്റെ വഴിക്ക് പൊക്കോളാന്ന് പറയുമ്പോഴത്തേക്കും മനസ്സില് മറ്റേ നമ്മുടെ ശിവശങ്കരമേനോട് ലഡുവൊക്കെ പൊട്ടുന്നത്. ഈ വൈജയല്ല കമല പോയി കഴിഞ്ഞാൽ കുറച്ച് നാളത്തേനൊരു ആശ്വാസമെങ്കിലും കിട്ടും ആ ഒരു രീതിയിൽ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടിയോട് അലീന സംസാരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ രേവതിക്കുട്ടി കാര്യങ്ങളൊക്കെ ചോദിക്കണം. അപ്പൊ രേവതിക്കുട്ടിയോട് പറയാണ്, ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ കാരണം വേറൊന്നുമല്ല, പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്, അച്ഛനൊരു യാത്ര പോയിരിക്കുകയാണ്, ആ യാത്ര എനിക്ക് വേണ്ടി ഉള്ളതാണെന്ന് എനിക്ക് അറിയാന്ന് പറയുമ്പോൾ ചേച്ചിക്ക് വേണ്ടി ഉള്ളത്, അലീന ചേച്ചിക്ക് വേണ്ടി? അതെന്ത് യാത്ര? അതേത് യാത്ര? അത് പിന്നെ വേറൊന്നുമല്ല മോളെ, അച്ഛൻ പോയിരിക്കുന്നത് മിക്കവാറും എന്നെ ഒന്ന് സേഫ് ആക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഞാനൊരു കാര്യം തീരുമാനിച്ചത് തന്നെയാണ്. എനിക്കിനി അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, ഞാൻ കാരണം ഒരു കുടുംബം നശിക്കില്ലേ മോളെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പോകാൻ തീരുമാനിച്ച വിവരം അച്ഛനോട് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ സമ്മതിച്ചോ? അങ്കിള് സമ്മതിച്ചോ? എനിക്കൊരു കാര്യം പറയാനുണ്ട് മോളോട്, നീ ആരോടും സത്യങ്ങൾ ഇനി തുറന്നു പറയാൻ പാടില്ല. ഞാന് ആരുടെ മകളാണെന്നും എനിക്ക് ആ വീട്ടുകാരുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്നും ഒന്നും ആരും അറിയരുത്. ബാലചന്ദ്രന്റെ മകളാണെന്ന് ഇത്രയും നാളും കള്ളം പറഞ്ഞില്ലായിരുന്നോ? അത് ഞാൻ പറഞ്ഞങ്ങ് തിരുത്തിയിട്ടുണ്ട് രോഹിത്തിനോടും ഭവിതയോടൊക്കെ. അതൊക്കെ അങ്ങ് മാറ്റി എന്ന് പറയുമ്പോ അയ്യോ അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ ഇനിയിപ്പം എന്തിന്റെ പേരിൽ അവിടെ നിൽക്കുന്നത്? അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ നിന്ന് പോകാൻ പോവാണല്ലോ, ഇനിയിപ്പൊ അച്ഛനെ ചീത്തയാക്കാൻ എനിക്ക് പറ്റത്തില്ല. ആ വലിയ മനുഷ്യനെ എനിക്ക് ചീത്തയാക്കിയിട്ട് എന്ത് കിട്ടാനാണ്? ഇത്രയും നാള് എന്താ പറയാ, ഒരു അർത്ഥമില്ലാതെ എന്നെ ചുമന്നോട് നടന്നു. എന്നെ ഏറ്റവും കൂടുതൽ വെറുക്കേണ്ട ആളാണ് സ്വന്തം ഭാര്യയുടെ ആദ്യത്തെ ബന്ധത്തിലുണ്ടായ കുട്ടി. അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പോൾ എന്നെ വെറുക്കേണ്ടതല്ലേ? ആ സ്ഥാനത്ത് എന്നെ ഇത്രയും നാള് വെറുക്കാതെ ചേർത്ത് പിടിച്ച് എന്നെ കൊണ്ടു നടന്നില്ലേ ആ മനുഷ്യൻ? മാത്രമല്ല ആ മനുഷ്യൻ തന്ന സ്നേഹം ഉണ്ടല്ലോ, നമുക്ക് ഈ അച്ഛൻ ആരാ അമ്മ ആരാ എന്നറിയാതെ വളർന്ന നമുക്ക് ആ മനുഷ്യൻ തന്നെ ഒരു സ്നേഹം ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല രേവതിക്കുട്ടി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഞാൻ അവിടെ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എനിക്ക് അച്ഛന്റെ ആ ഒരു സൽപ്പേര് ചീത്തപ്പേരാക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുറന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല അപ്പം അലീന ചേച്ചി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറുമോ? അതൊന്നും അറിയില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ കൂടുകയുള്ളായിരിക്കും ചിലപ്പം. അമ്മ അവിടെ കയറി വരുമ്പോ സത്യങ്ങളൊക്കെ അച്ഛൻ പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പം പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാകുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ബബിതയും കൃഷ്ണമോളും കൂടെ രാത്രി കിടക്കുമ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അലീന പോയി കഴിഞ്ഞാൽ ഇനി എന്താവും, അലീന ചേച്ചി പോകുവോ, പോകാതിരിക്കാൻ എന്താണ് വഴി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ചയും കാര്യങ്ങളാണ് കേട്ടോ രണ്ടുപേരും. എന്തായി തീരുമെന്ന് ഇവർക്ക് അറിയില്ല, എങ്ങനെയായി തീരുമെന്ന് ഇവർക്ക് അറിയില്ല. പക്ഷെ അലീന ചേച്ചിയെ വിട്ടുകൊടുക്കാനും പറ്റത്തില്ലല്ലോ കൃഷ്ണമോൾക്കും ഈ പറയുന്ന നമ്മുടെ ബബിതയ്ക്കും ഒക്കെ. കാരണം അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് അലീന എല്ലാവരെയും. അലീന ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് എല്ലായിടത്തും അത്രത്തോളം എല്ലാവരെയും സ്വാധീനിച്ചത് കൊണ്ട് തന്നെ അത്രയ്ക്ക് പെട്ടെന്നൊരു പോക്ക്, അതായത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആർക്കും സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ
ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരാട്ടോ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്ന് അപ്കമിങ് വിശേഷം റീൽ സ്റ്റോറി ന്യൂനകത്ത് ചെയ്തിട്ടില്ലായിരുന്നു, നാളെ ചെയ്യുന്നതായിരിക്കും. പിന്നെ രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനയുടെയും ആദർശിന്റെയും കഥയുടെയൊക്കെ അപ്കമിങ് വിശേഷമൊക്കെ ആയിട്ട് എത്താട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.